കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന ആരിനെ തിരിച്ചു കൊണ്ടുവന്ന ശേഷം ഗോമതിയുടെ സംസാരം എല്ലാം കേട്ടതിന് ശേഷം ബാലൻ നേരെ മുറിയിലേക്ക് കയറി പോവാണ്. ആകെപ്പാട് ടെൻഷനായിപ്പോയി ഗോമതിക്ക്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പിന്നീട് എല്ലാരും ഇങ്ങനെ അന്തം പിടിക്കുന്ന സമയത്ത് നേരെ ഗോമതി മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, ബാലേട്ട എന്നോട് ക്ഷമിക്ക് ബാലേട്ടാന്ന് പറയണം. ബാലൻ ഈ സമയത്ത് അസ്വസ്ഥപ്പെട്ട് നിൽക്കുമായിരുന്നു. അതെ, ഞാൻ ആദ്യമായിട്ട് ബാലേട്ടനെ എതിർത്തെ. അത് നമ്മുടെ മോന് വേണ്ടിയിട്ടല്ലേ, ആരിന് വേണ്ടിയിട്ട്. അവൻ ഇവിടെ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ആവില്ല. ഞാൻ അവന്റെ അമ്മയല്ലേ ബാലേട്ടാന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, നീ ചെയ്താ ശരി ഗോമതി എന്ന് പറയണം. ഒരു പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം നീ ചെയ്തേ. എന്റെ മനസ്സിന്റെ വേദന ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. എന്നാലും എല്ലാവരുടെ മുന്നിൽ ഞാൻ ബാലേട്ടനെ നാണം കെടുത്തിയില്ലേ, ബാലേട്ടൻ ചെറുതായി പോയില്ലേന്ന് ചോദിക്കാം. ബാലേട്ടൻ ഇത് കേട്ടപ്പം പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അല്ല ഗോമതി, ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ വലുതാകുക ചെയ്തേ. കാരണം എന്താണെന്നറിയോ, നീ ആരിനെ തിരിച്ചു കൊണ്ടുവന്നോണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷെ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിയാനും. ഇപ്പൊ നീ കൊണ്ടുവന്ന് എന്റെ അഭിമാനം രക്ഷിച്ചേ. ബാലേട്ടൻ എന്നെ കളിയാക്കുമെന്നല്ലോ. കളിയാക്കുമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷെ എനിക്ക് ഈ ബാലന് ആരിനില്ലാതെ ഒരു ജീവിതം ഉണ്ടോ? എല്ലാ മക്കളും എന്റെ കൺമുന്നിൽ കാണാൻ തന്നെ എന്റെ ആഗ്രഹം. ആരിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? എന്റെ ആ വേദനയും വിഷമോ അത് നീ മനസ്സിലാക്കിയിട്ട് അവൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നേ. എന്നാലും ബാലേട്ട, ഞാൻ ചെയ്തു പോയ തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തു. എന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കി. അവനില്ലായിരുന്നപ്പോ ഞാൻ എത്രമാത്രം മനസ്സ് വേദനിച്ചെന്നറിയാവോ? എന്റെ ഈഗോയായി സമ്മതിക്കാതിരുന്നേ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ഞാനായിട്ട് ഇറക്കി വിട്ടിട്ട് ഞാൻ തന്നെ എങ്ങനെ തിരിച്ചു വിളിക്കുന്നേ? എന്റെ മകന്റെ മുമ്പിൽ ഞാൻ ചെറുതായപ്പോലെ അത് ഓർത്തിട്ടാ. പക്ഷെ അതൊക്കെ നീ മനസ്സിലാക്കി ആ പ്രശ്നം നന്നായിട്ട് സോൾവ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് എനിക്ക് നിന്നോടിപ്പോ ഇഷ്ടം കൂടിയിട്ടുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോമതി ഒന്ന് പൊങ്ങി. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യം? അല്ല, ആ കൊച്ചിന്റെ ആകാശിന്റെയും കാര്യം. അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ. ഇനി അവരെ ഒരു മുറിയിലേക്ക് നമുക്ക് താമസിപ്പിച്ചുകൂടെ? എത്ര നാളെന്ന് വെച്ചാൽ അവരിനി മാറിക്കിടക്കണേന്ന് ചോദിക്കാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അതെ, അത് മാത്രം നീ എന്നോട് പറയരുത്. അവരുടെ വിവാഹം മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല ബാലേട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഗോമതി, ആനന്ദുണ്ട്. ആനന്ദിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. പിന്നീട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, ആലോചിക്കട്ടെ എന്ന് പറയാം. പിന്നീട് ഗോമതി അങ്ങ് നടന്നു വീട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല, ഒരു കാര്യമുണ്ട്. ആ കൊച്ചു പൊളിയാട്ടോന്ന് പറഞ്ഞു. ഏത് കൊച്ചിന്റെ കാര്യം നീ പറഞ്ഞേ? പെട്ടെന്ന് ബാലന്റെ ഭാവമാറ്റം കണ്ടപ്പോ ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാനേ അനുശ്രീയുടെ കാര്യമാണ് പറഞ്ഞു, നമ്മുടെ മോളുടെ കാര്യം. ഓ ശരിയെന്ന് പറയണം. ഗോമതി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ബാലൻ ആലോചിച്ചു. ബാലിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായി എന്താന്നൊക്കെയുള്ളത്. പിന്നീട് കാണിക്കുന്ന അലോക് വന്നപ്പത്തിന് മിത്ര എങ്ങോട്ട് നിന്നു. അല്ല, ഏട്ടൻ രാവിലെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്? ഇപ്പൊ എന്താ മിത്ര കാര്യം? എന്താ? ആരിനെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. അവനെ ഏതാണ്ട് പറഞ്ഞ് അങ്ങോട്ട് പോലീസുകാരെ കൊണ്ട് പരാതി കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവനെ കണ്ടായിരുന്നു. സത്യം പറയട്ടാ, ഏട്ടൻ അവനെ കണ്ടായിരുന്നോ? എന്നാ ഏട്ടൻ വേറെ ആരെങ്കിലും ആയിരുന്നു കണ്ടേ. ശരിക്കും അവനെ തന്നെയാണോ കണ്ടത്? അല്ല, ഞാൻ അവനെ തന്നെ കണ്ടത്. എന്നിട്ട് ആരും തിരിച്ച് വീട്ടിൽ വന്നല്ലോ. വീട്ടിൽ വന്ന എപ്പം? അതൊക്കെ നടന്നെന്ന് പറയാം. ഈ സമയത്ത് ഗോമതിന്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്താ മിത്ര, നീ എന്താക്കിയേ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കാം. അതെ അച്ഛമ്മ ഒരു കാര്യം വിചാരിക്കട്ടോ, ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, ഇത് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കാര്യമാണ്. ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യത്തിൽ എത്തിക്കോളാം എന്ന് പറയാം. ശരിയെന്ന് പറയാം. അപ്പൊ നന്ദിനി വന്നിട്ട് പറഞ്ഞു, ഇതേ മിത്രേ, നീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു പിടിപ്പിക്കണ്ട കേട്ടോന്ന് പറയണേ. എന്ത് കാര്യങ്ങള്? അതെ, ദേവമംഗലത്തെ തകർക്കാന്നുള്ള ഇപ്പോഴത്തെ ലക്ഷ്യം അറിയാലോ. ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ അമ്മയുടെ കാര്യം ഞാൻ അച്ഛൻ വരും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവര് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നാ പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തുക. ഈ സമയം അലോ പറഞ്ഞു, അവൻ തിരിച്ചു വന്നോ? അങ്ങനെ വരാൻ വഴിയുള്ളതല്ലോ. അവൻ പരാതി കൊടുക്കുമെന്നും പറഞ്ഞു പോയത്. പരാതി കൊടുത്തു പോലും. എങ്കിലും അവൻ പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അധികം വൈകാതെ തന്നെ അവിടെ പോലീസ് വരും. ബാലയെ തൂക്കിയെടുത്തോണ്ടു നമുക്ക് കാണാന്ന് പറഞ്ഞു. അത് മിക്കവാറും കണ്ടാ തന്നെ. പിന്നീട് ധർമ്മനും ആകാശവും ആനന്ദും അനുസരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മീനാക്ഷി അങ്ങോട്ട് വന്നു. ഇങ്ങനെ, എന്നാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. എത്ര പെട്ടെന്ന് ഒരു വലിയ പ്രശ്നം സോൾവ് ആക്കിയത്. ആരിനെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അല്ല തിരിച്ചു കൊണ്ടുവന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ച കാര്യമല്ല. അനുസരി പറഞ്ഞു, എല്ലാ ക്രെഡിറ്റും ഇതേ മീനാക്ഷി ചേച്ചിക്കാന്ന് പറയണ. മീനാക്ഷി ചേച്ചി കാരണമല്ല ആരിനെങ്കിലും തിരിച്ചു വന്നു. അത് ശരിയാ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കില് ഇപ്പോഴും അമ്മ എന്നെ വന്ന് വിളിക്കാനൊന്നും പോകുന്നില്ലായിരുന്നു. ഇത് കേട്ടിഞ്ഞിപ്പോ ആകാശിന് ഭയങ്കര സന്തോഷമായി. മീനാക്ഷി പറഞ്ഞു, അധികം എന്നെ പുകഴ്ത്തൊന്നും വേണ്ട. ഈ സമയം ധർമ്മം പറഞ്ഞു, പിന്നൊരു കാര്യമുണ്ട് അറിയാലോ, എന്റെ അളിയന്റെ കാര്യം. അളിയനാണെങ്കിൽ ആര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു.
പക്ഷേങ്കില് പിന്നീട് ചേച്ചി എന്നൊന്ന് രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ കണ്ടില്ലേ, അളിയനാണെങ്കിൽ ഒന്നും ഇണ്ടാ പാവത്താരെ പോലെ ഇരിക്കണേ. ഇത് കേട്ടപ്പോൾ മീനാക്ഷി അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഒരു പക്ഷെ ആകാശേ, നീ നിന്റെ അച്ഛനെ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാ. ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ അമ്മയെ പോയി വിളിച്ചില്ലെങ്കിൽ പോലും ഒരു പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനെ. കാരണം അച്ഛൻ ഈ കുടുംബത്തെ അത്ര സ്നേഹിക്കുന്നുണ്ട്, ആരിനെ അത്ര സ്നേഹിക്കുന്നുണ്ട്. മീനാക്ഷി വന്നിട്ട് ഒരു ദിവസം ആയുള്ളെങ്കിലും മീനാക്ഷിക്ക് ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, ഞാനൊന്ന് അമ്മേനെ കണ്ടുവട്ടെ എന്നും പറഞ്ഞിങ്ങോട്ട് പോവാണ്. ഈ സമയം അനു പറഞ്ഞു, കൊള്ളാം, മീനാക്ഷി ചേച്ചി എല്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു ആകാശേട്ടന്. ആകെപ്പാടെ ഇവിടെ ഇന്നും കരഞ്ഞ് നല്ലോണം ചിരിക്കേണ്ട വന്നേനെന്ന് പറയാം. ഇതോട്ട് ആര്യം പറഞ്ഞു, അതെന്താടി? അല്ല, ഇന്നലെ ഇവിടെ ആര്യനേട്ടൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെയായിരുന്നു പുകലുകൾ നടന്നുകൊണ്ടിരുന്നതെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ഈ സമയം അടുക്കളയിലേക്ക് മീനാക്ഷി എല്ലുവാണ്. അപ്പം പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗോമതി ഇങ്ങനെ പാത്രങ്ങളൊക്കെ തുടച്ചു പെറുക്കി വെച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് സ്വന്തമേ സംസാരിച്ചോണ്ടിരിക്കുക. എന്നാലും താൻ ഇത്ര വലിയ സംഭവമായിരുന്നില്ലേ? താൻ പറഞ്ഞത് ആദ്യമായിട്ടാ ബാലേട്ടൻ കേൾക്കുന്നത്. താൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചോ? അത്ഭുതം തോന്നിയിരിക്കുന്നു. അത് ബാലേട്ടന്റെ മുഖത്ത് നോക്കി എങ്ങനെ ഈ ധൈര്യം കിട്ടി? എന്നാലും തന്നെ ആര്യമ്മ വന്നല്ലോ. ആ പഴയ ആ സന്തോഷം ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു 2 ദിവസമായിട്ട് സമനില തെറ്റിയ പോലെയായിരുന്നു. ആരും ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ലായിരുന്നു. എല്ലാം ഒന്ന് ശരിയായി, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്റെ ഭഗവാനെന്ന് പറയാം. ഈ സമയം മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്ത് കലങ്ങി തെളിഞ്ഞ കാര്യം പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. സത്യം പറമേ, അമ്മ ഇപ്പൊ എന്തോ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ സംസാരിച്ചൊന്നുമില്ല. അല്ലെങ്കിലും ഞാൻ സംസാരിച്ച കാര്യം നിന്നോടെന്തിനാ പറയണേ? ഓ, ഇപ്പൊ അങ്ങനെയായില്ലേ? പാലം കടക്കുന്നോളം വരെ അമ്മയ്ക്ക് എന്നെ വേണമായിരുന്നല്ലോ, എന്റെ സഹായം വേണമായിരുന്നു. ഇപ്പം വേണ്ടല്ലേന്ന് ചോദിക്കണം. അതിന് നീ എന്ത് സഹായം ചെയ്തതെന്നാ പറഞ്ഞേ? ഞാൻ കാണാനല്ല ആരിനെ ഇങ്ങോട്ട് കൂട്ടിക്കണത്. ഓഹോ, അങ്ങനെ. അതെ, എന്റെ മോനെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് അവനും കൂടെ ഒന്ന്, അല്ല നീ പറഞ്ഞിട്ടൊന്നും അല്ലാന്ന് പറയാം. സമ്മതിച്ചു തന്നിരിക്കുന്ന അമ്മേനെന്ന് പറയാം. അല്ല എന്താ? ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയതാ. എനിക്കറിയാമേ, എനിക്ക് അമ്മേനെ അച്ഛനെ മനസ്സിലാവും. അമ്മയുടെ മനസ്സെന്താന്ന് എനിക്കറിയാം. അമ്മയുടെ മനസ്സിന്റെ വേദന അത് ഞാൻ മനസ്സിലാക്കണ്ടെന്ന് ചോദിക്കും. പിന്നെ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബാലേട്ടൻ കേൾക്കുമെന്ന് എനിക്ക് മുമ്പ് അറിയായിരുന്നു. ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ചിരിയാ വന്നേ. അടുത്ത് പോയി എന്താന്ന് ചോദിക്കാൻ പോലും പേടിയുള്ള ആളാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എന്നാണെങ്കിലും നല്ല കാര്യം നടന്നല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യ, എന്റെ കവളത്തൊരു ഉമ്മ തരാൻ പറയണ. ഉമ്മ തരാനാ? അയ്യടാ, അങ്ങനെ ദേഹത്തോട്ട കളിയൊന്നും വേണ്ടെന്ന് പറയണം. അന്തമ്മ ഒരു ഉമ്മ തന്നാല് പിന്നെ ഒന്ന് പോകച്ചേടന്ന്, വേറെ പണിയൊന്നുമില്ല. അന്നേ കുഴപ്പമില്ല, അമ്മ തരണ്ട, ഞാൻ തന്നോളാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കവളത്ത് കൊടുക്കുകയാണ് ഗോമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഈ കൊച്ചിന് എന്തൊക്കെയാ കാണിക്കണേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതിക്ക് ഒരു ചിരിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗോമതിക്ക് മനസ്സിലായി മീനാക്ഷി എത്ര നല്ല പെൺകുട്ടിയാണ്, ഈ കുടുംബത്തിലേക്ക് കയറി വരേണ്ട പെൺകുട്ടിയാന്ന് ഗോമതിക്ക് മനസ്സിലായിരുന്നു. പിന്നീട് എല്ലാരും കൂടെ കൂടിയിട്ട് ആകാശിന് മണിയറ ഒരുക്കിക്കൊണ്ടിരിക്കുക. ധർമ്മം വന്നിട്ട് പറഞ്ഞു, അതേ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുറിയിൽ. അത്യാവശ്യം കുറച്ച് പൂ കിട്ടിയിട്ടുള്ളൂ. ഉള്ള പൂവും വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യണേ ആകാശം എന്ന് പറയണ. ഈ സമയം മീനാക്ഷി പറഞ്ഞു, എന്റെ ധർമ്മമാമ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. ആകാശം പറഞ്ഞു, ശരിയാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ജീവിതത്തിലേക്ക് കയറി തന്നെ. കാരണം ഒരു മുറി പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ഈ സമയം ആനന്ദ് പറഞ്ഞു, അതിന്റെ ക്രെഡിറ്റ് മൊത്തം ആര്യനുള്ള. ആര്യം കാണുമല്ലേ നിന്റെ കല്യാണം നടന്നേന്ന്. അതൊക്കെ ശരി തന്നെ. ഈ സമയം ആനന്ദ് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് നിന്നോട് കുറച്ച് ഉപദേശങ്ങളൊക്കെ തരാനുണ്ട്. പറഞ്ഞു കേട്ടല്ലോ. ഒരു കാര്യമുണ്ട്, നീ നിന്റെ ഭാര്യയോട് അച്ഛനെ ഒന്ന് ബഹുമാനിക്കാനൊക്കെ പറയണം. ഇതോടൊപ്പം ആര്യമ്മ എന്ത് ബഹുമാനിക്കാനായിട്ട്? അല്ല, അച്ഛന് നേരെ സംസാരിക്കുന്നു. എന്റെ ഏട്ടാ, ഈ കാലത്ത് അങ്ങനെയൊന്നുമല്ല. പുരുഷനെ സ്ത്രീക്ക് തുല്യ അവകാശം എന്നല്ല പറയണേ. നേരെ ഒന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരെ ഒന്ന് തന്നെ സംസാരിക്കണം. അല്ലാതെ പിന്നെ ഒളിച്ചും പത്തും സംസാരിക്കാൻ പറ്റുമോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനെ അമ്മേനെ എന്തിനാ പേടിക്കുന്നേ? തുറന്നു പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തുറന്നു പറയണമെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, ശരിയാ, ആരും പറഞ്ഞ കാര്യം ശരിയാ. എനിക്ക് നിന്നോടൊരു ഉപദേശം തരാണ്ട് എന്താന്ന് കേട്ടെ. ഈ ബാലനീനെ പോലെ ആവരുത്. നീ നിന്റെ ഭാര്യയും കൊണ്ട് ഇടയ്ക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണം, ഇടയ്ക്കൊന്ന് ചുറ്റിയടിക്കുകയൊക്കെ വേണം. പിന്നെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. പറഞ്ഞു കേട്ടല്ലോ, അല്ലാതെ മറ്റൊന്നും ആയിരിക്കരുതെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങനെ മീനാക്ഷി കടന്നു വന്നേ. മീനാക്ഷി കണ്ടാലും എല്ലാരും പെട്ടെന്ന് സംസാരം അങ്ങ് നിർത്തി. ഈ സമയം അനുസരി പറഞ്ഞു, ഞങ്ങൾ ഇത്ര സമയം ചേച്ചിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ കുറിച്ചോ? അതെ, നല്ല കാര്യങ്ങളൊക്കെയാന്ന് പറയണം. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെ, പക്ഷെ കാര്യം ചെയ്യാകാശ നീ പെട്ടെന്ന് കയറി കിടന്നു. നിന്റെ അച്ഛനെങ്ങാനും ഇത് വന്ന് കണ്ട് ഇതെല്ലാം കൊളമാക്കുന്നതിന് മുമ്പ് കയറി കിടന്നോളാൻ പറയണം. ഈ സമയത്താണ് അങ്ങോട്ട് ബാലൻ കടന്നു വരുന്നത്. ബാലൻ മുറി മുഴുവൻ നോക്കി, ഇതെന്താ ഇവിടെ മൊത്തം അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല അത് പിന്നെ ഞാൻ. ധർമ്മ, നീയാണോ എന്റെ പിന്നിൽ നിന്ന് ചോദിക്കണം.
അല്ല പിന്നെ അളിയനെ ഞാൻ ദേ ആകാശ നീ ഇങ്ങോട്ട് വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പെട്ടെന്ന് ആര്യം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇന്നാണോ പലചരക്കുകൾ കണക്കുകളൊക്കെ പറയണേ? നാളെ ആണെങ്കിലും പറയാലോ, നീ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറയണം. ധർമ്മം പറഞ്ഞു, പോയി പറഞ്ഞിട്ട് വരട്ടെ, എന്താണെങ്കിലും കേൾക്കാനുള്ള കേട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ ആകാശനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആകാശ് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ വിളിച്ചേന്ന് ചോദിക്കാം. അല്ല ഇപ്പം നീ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേന്ന് ചോദിക്കാം. അല്ല അച്ഛാ ഞാനത് പിന്നെ എനിക്ക് മനസ്സിലായി, നിന്റെ മനസ്സിലെ സന്തോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എങ്കില് നീ ഒരു കാര്യം വിചാരിക്കണം മോനെ, നീ കുടുംബത്തിന്റെ അവസ്ഥ മറ്റാരുടെ അല്ല, ആനന്ദിന്റെ അവസ്ഥ. പാവ ആനന്ദ്, അവന്റെ ജീവിതം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പക്ഷേങ്കില് എന്റെ സ്വാർത്ഥത കൊണ്ടായിരിക്കും അന്ന് അവന്റെ ജീവിതം നടക്കാതെ പോയത്. അവന്റെ മനസ്സിലെ വിഷമം നീ കണ്ടായിരുന്നോ? നീയും നിന്റെ ഭാര്യയായിട്ട് ഇവിടെ ഒന്നിച്ചിരിക്കുന്ന സമയത്തൊക്കെ അവന്റെ മനസ്സിലെ വേദനയും വിഷമവും ഞാൻ കണ്ടതാ. പക്ഷെ നിനക്കത് കാണാൻ കണ്ടില്ലാതെ പോയത് എനിക്ക് അറിയില്ല എന്ന് പറയണം. ആകാശ് പറഞ്ഞ, അച്ഛാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ സ്നേഹിച്ച പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടി. പക്ഷെങ്കിൽ അവനൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടോ? ഇനിയിപ്പം അനിയന് നേരത്തെ കല്യാണം കഴിച്ചു, ചേട്ടൻ നിൽക്കുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടന് ഒരു നല്ല വിവാഹ ജീവിതം കിട്ടുമോ? ആനന്ദിന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് തന്നെ അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. കാരണം മീനാക്ഷിക്ക് ഒരു കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാതെ വന്നോണ്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്കൊരു കുടുംബജീവിതം പെട്ടെന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞ അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ പറഞ്ഞല്ലോ, ആനന്ദിനൊരു ജീവിതം ആയിട്ട് മതി നിങ്ങള് ഒരു കുടുംബമായിട്ട്. കാരണം കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ ശരിയാകത്തില്ലെന്ന് പറയാം. ഈ സമയം ആകാശം ഒരു ഞെട്ടലുണ്ടായി. ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് മീനാക്ഷിനെ വിവാഹം കഴിച്ചും കൂടി വന്നേ. ആകെപ്പാടെ കുരിശായല്ലോ എന്നുള്ള രീതിയാ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് എന്താന്ന് മനസ്സിലായല്ലോ? കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അങ്ങനെ ആയിരിക്കണം എന്ന് പറയാം. ശരി അച്ഛാന്ന് പറയാൻ മാത്രം ആകാശിന് കഴിവുണ്ടായിരുന്നുള്ളൂ. പിന്നീട് മുറിയിലേക്ക് കയറിയോ മീനാക്ഷി ഏറെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുമായിരുന്നു. മീനാക്ഷി പൂവൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആകാശ് കയറി വരുന്നത്. ആകാശ് മീനാക്ഷിയെ കണ്ട് ഇങ്ങനെ നോക്കുക. ഇതെന്താ ആദ്യം കാണുന്ന പോലെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്ന് ചോദിക്കേ. ഒന്നുമില്ലാന്ന് പറയും. ഇങ്ങോട്ട് വാ. എന്താ ആകാശേട്ടാ എന്താന്ന് ചോദിക്കണം. മുഖത്ത് എന്താ ഇങ്ങനെ? ഓ ഇനിയിപ്പൊ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുമായിരിക്കില്ലേ? നമ്മൾ പ്രണയിച്ചും പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചൊക്കെ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലല്ലേന്ന് ചോദിക്കുക. ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേന്നും പറഞ്ഞുകൊണ്ട് ആകാശിനെ പിടിച്ച ബെഡിലേക്ക് അങ്ങോട്ട് ഇരുത്തുക. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആകാശ് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് കഥയിലൊരു മുട്ട് കേട്ടെ. ആകാശും മീനാക്ഷിയും ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.